പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റായ ഡിസ്കൗണ്ടിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ മോസ്റ്റ് കോമൺ ഡിസ്കൗണ്ട്സ്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിസ്കൗണ്ടിങ് സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് എന്താണ് ഡിസ്കൗണ്ട് എന്നൊന്ന് നോക്കാം. ദ സെല്ലർ ജനറലി അലൗസ് സം കൺസെഷൻ ഇൻ ദ പ്രൈസ് ടു ബയേഴ്സ്. ദിസ് ഈസ് നോൺ ആസ് ഡിസ്കൗണ്ട്. ഒരു സെല്ലർ അഥവാ വിൽപ്പനക്കാരൻ അദ്ദേഹം തൻ്റെ പ്രോഡക്റ്റ് ഒരു ബയർക്ക് വിൽക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിൻ്റെ പൈസ 100 രൂപയാണെന്ന് വിചാരിക്കാം. ആ 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഒരു ബയർക്ക് വിൽക്കുകയാണ്. അപ്പോൾ വാങ്ങിക്കുന്ന ആൾ 100 രൂപ കൊടുത്ത് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അദ്ദേഹം ഒരു 10 രൂപ അതിൽ നിന്നും കുറച്ച് 90 രൂപയ്ക്ക് സാധനം കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ 10 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് സെല്ലർ അലോ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പലപ്പോഴും സെല്ലറുടെ പ്രോഡക്റ്റ് കൂടുതൽ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടി, കൺസ്യൂമേഴ്സിനെ എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടി അദ്ദേഹം അലോ ചെയ്യുന്നതാണ് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഡിസ്കൗണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ നോക്കും, സാധനം കൊള്ളാവോ എങ്കിൽ അത് വാങ്ങിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 1000 രൂപയുള്ളൊരു പ്രൊഡക്റ്റ് 800 രൂപയ്ക്ക് കിട്ടുന്നു, അവിടെ 200 രൂപ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ബയേഴ്സിനെ എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ട്രേഡർ അല്ലെങ്കിൽ സെല്ലർ നൽകുന്ന കിഴിവുകളാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിഡക്ഷൻ ഫ്രം ദ ലിസ്റ്റ് പ്രൈസ് ഓർ ഫ്രം ദ എമൗണ്ട് ഓഫ് എ ബിൽ ഓർ ഇൻവോയ്സ്. സാധാരണഗതിയിൽ ഈ ഒരു ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പ്രൈസിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബില്ലിൽ നിന്നോ ഇൻവോയ്സിൽ നിന്നോ ഒക്കെയാണ് ഇത് ഡിഡക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ഡിസ്കൗണ്ടുകളാണ് സെല്ലർ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ മോസ്റ്റ് കോമൺ ഡിസ്കൗണ്ട്. ആദ്യത്തെ ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ദീസ് ഡിസ്കൗണ്ട് ആർ അലൗഡ് ബൈ മാനുഫാക്ചേഴ്സ് ടു ഹോൾസെയിലേഴ്സ് ഓർ ബൈ ഹോൾസെയിലേഴ്സ് ടു റീറ്റെയിലേഴ്സ്. ഇപ്പം ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആ പേര് ശ്രദ്ധിക്കുക, ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അതായത് ഒരു സെല്ലർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച പ്രോഡക്റ്റ് അദ്ദേഹം ഹോൾസെയിലർക്ക് വിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഹോൾസെയിലർക്ക് പ്രോഡക്റ്റ് വിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഹോൾസെയിലർ ഇത് മൊത്തത്തിൽ വാങ്ങിക്കൊണ്ടു വന്ന സമയത്ത് അവിടെ മാനുഫാക്ചറർ ഒരു കുറച്ച് എമൗണ്ട് ഇയാൾക്ക് കുറച്ച് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ഹോൾസെയിലർ കുറച്ചൊരു എമൗണ്ട് ആർക്ക് കുറച്ച് കൊടുക്കുക? റീറ്റെയിലർക്ക് കുറച്ച് കൊടുക്കുക. ഹോൾസെയിലർ റീറ്റെയിലർക്കാണല്ലോ സാധാരണ ഇതിൽ സാധനം വിൽക്കുക. അപ്പോൾ അവിടെ ഒരു എമൗണ്ട് കുറച്ച് കൊടുക്കുക. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ഇറ്റ് ഈസ് അലൗഡ് ഇൻ ദ ഫോം ഓഫ് ഡിഡക്ഷൻ ഫ്രം ദ ലിസ്റ്റ് ഓഫ് പ്രൈസ്. ഇതും പ്രൈസിൽ നിന്ന് തന്നെയാണ് ഡിഡക്റ്റ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫങ്ഷണൽ ഡിസ്കൗണ്ട്. ഈ ഒരു ഡിസ്കൗണ്ടിനെ നമ്മൾ ഫങ്ഷണൽ ഡിസ്കൗണ്ട് എന്നും പറയാറുണ്ട്. ഇനി എന്തെല്ലാം അഡ്വാൻറ്റേജസുകളാണ് ഈ ഒരു ഡിസ്കൗണ്ടിനുള്ളതെന്ന് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ മേക്കിംഗ് സർവീസസ് റെൻഡേഡ് ബൈ റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിൻ്റെയും ഹോൾസെയിലേഴ്സിൻ്റെയൊക്കെ സർവീസസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് മേക്സ് പ്രൈസ് സ്ട്രക്ചർ ഫ്ലെക്സിബിൾ. പ്രൈസ് സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡിസ്കൗണ്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ ഡിസ്കൗണ്ട്സ് ആണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. ഇവിടെയും ആ പേര് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്നുള്ളത്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഈസ് അലോഡ് ബൈ എ സെല്ലർ ടു എൻകറേജ് ബയർ ടു ബൈ ഇൻ ബൾക്ക് ഓർ ലാർജ് ക്വാണ്ടിറ്റി. ഇവിടെ ഒരു സെല്ലർ ലാർജ് ക്വാണ്ടിറ്റിയിൽ നിന്ന് സാധനം വാങ്ങുന്ന ആളെ എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു ടൂത്ത് ബ്രഷ് വാങ്ങി, അപ്പോൾ അദ്ദേഹത്തിന് ഡിസ്കൗണ്ട് ഒന്നും വിലയുന്നില്ല. മറ്റൊരു ബയർ വന്നിട്ട് ഒരു 50 ടൂത്ത് ബ്രഷ് ഒരുമിച്ച് വാങ്ങി, അപ്പോൾ അവിടെ ഒരു ഡിസ്കൗണ്ട് അലോ ചെയ്യുക. അപ്പോൾ ആദ്യം വാങ്ങിയ ആളുടെ ക്വാണ്ടിറ്റിയും രണ്ടാമത് വാങ്ങിയ ആളുടെ ക്വാണ്ടിറ്റിയും വ്യത്യാസമുണ്ട്. രണ്ടാമത് വാങ്ങിയ ആൾ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്ത് കൊടുത്തു? ഡിസ്കൗണ്ട് അലോ ചെയ്ത് കൊടുക്കും. അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്
ഡിസ്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയോ, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സെയിൽസ് ഡിവൈസ് ഫോർ സ്ലോ മൂവിങ് ഐറ്റംസ്. ഈ ടെക്നിക്ക് എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സാധനങ്ങൾ അത്ര പെട്ടെന്ന് വിറ്റ് പോവാതെ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ ആ സമയത്ത് സാധനങ്ങൾ ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്കൗണ്ടിങ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് എൻകറേജ് ബൾക്ക് പർച്ചേസസ്. ഇത് സാധാരണ ബൾക്ക് പർച്ചേസസുകളെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് സ്ലോ മൂവിങ് ഗുഡ്സ് ക്യാൻ ബി സോൾഡ് ഫാസ്റ്റർ. സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുഡ്സുകൾ വളരെ വേഗത്തിൽ ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡിസ്കൗണ്ട് ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്തതാണ് സീസണൽ ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഓഫേർഡ് ഡ്യൂറിങ് ഓഫ് സീസൺ. ഇറ്റ് ഈസ് ഓഫേർഡ് ബൈ മാനുഫാക്ചേഴ്സ് ടു ഡീലർ or a customer in the form of certain percentage, say 5%, 10%. ഇവിടെ ചില പ്രൊഡക്റ്റുകൾ ഓഫ് സീസൺസുകൾ ഉണ്ടാവും. അതായത് പ്രൊഡക്റ്റ് അത്ര മൂവ് ചെയ്യാത്ത അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ സീസൺ ആയിരിക്കില്ല. ആ ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടി സെല്ലർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്കൗണ്ടിങ് പോളിസിയാണ് സീസണൽ ഡിസ്കൗണ്ട്. ഇത് സാധാരണഗതി പെർസെൻറ്റേജിലാണ് പറയാം. 5% അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് തരാം. അങ്ങനെ ഒരു പെർസെൻറ്റേജിലാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സീസണിലും പെർട്ടിക്കുലർ സീസണിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ ഡിസ്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് സീസണൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഡിസ്കൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഓഫ് സീസൺ ആവുന്ന സമയത്ത്, അതായത് ചില പ്രൊഡക്റ്റുകൾക്ക് ഒരു സീസൺ ഉണ്ടാവും. ഉദാഹരണത്തിന് മഴ പെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ അംബർലയുടെ ആവശ്യം കൂടുതലുണ്ടാവുക. മഴയില്ലാത്ത സമയത്ത് ചിലപ്പോൾ എന്തുണ്ടാവില്ല, അംബർല ചിലവാവില്ല. അപ്പോൾ ആ സമയത്ത് അംബർല ചിലവാക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സീസണൽ ഡിസ്കൗണ്ട് യൂസ് ചെയ്യും. ഇനി അടുത്തതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ടാണ് ഈ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ അതിൽ നിങ്ങൾ ക്യാഷ് ഡിസ്കൗണ്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് എ റിബേറ്റ് ഓർ എ കൺസെഷൻ ഗിവൺ ബൈ ദ ക്രെഡിറ്റർ, ദാറ്റ് ഈസ് സെല്ലർ, to the buyer or debtor in the amount due for the early payment. ഇത് ഞാനൊരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ്. ഒരു സെല്ലർ അദ്ദേഹം ഒരാൾക്ക് കടത്തിന് സാധനം കൊടുത്തു. ഇവിടെ നോക്കണം, കടത്തിനാണ് സാധനം കൊടുക്കുന്നത്. ഇപ്പോൾ 50,000 രൂപയ്ക്കാണ് സാധനം കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ബയർ അവിടെ സാധനം വാങ്ങി. അപ്പോൾ ഇവിടെ സെല്ലർ എന്ന് പറയുന്നത് ക്രെഡിറ്ററും അതുപോലെ ബയർ എന്ന് പറയുന്നത് ഡെപ്റ്ററും ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ബയറോട് സെല്ലർ പറയുകയാണ്, നിങ്ങളൊരു മാസം കഴിഞ്ഞിട്ട് എന്ത് തന്നാൽ മതി, പണം തന്നാൽ മതി എന്ന് പറയാണ്. പക്ഷേ ബയർ അത് കാത്തു നിൽക്കാതെ ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഈ പേയ്മെൻറ്റ് ഇദ്ദേഹത്തിന് കൊടുത്തു, 50,000 രൂപ കൊടുത്തു. അപ്പോൾ ഒരു മാസം അദ്ദേഹത്തിന് സമയമുണ്ട്, പക്ഷേ അദ്ദേഹം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഈ ക്യാഷ് സെറ്റിൽ ചെയ്തു. അപ്പോൾ സെല്ലർ എന്ത് ചെയ്യാണ്, 50,000 രൂപയിൽ നിന്നും ഒരു 2,000 രൂപ അദ്ദേഹത്തിന് കുറച്ച് കൊടുത്തു. അപ്പോൾ സെല്ലർക്ക് കിട്ടുന്നത് 48,000 റുപ്പീസാണ്. 2,000 അദ്ദേഹം ഡിസ്കൗണ്ട് ആയിട്ട് അലോ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ഏർലി പേയ്മെൻ്റ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് പീരീഡ് അവൈൽ ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് യൂഷ്വലി 10 days. സാധാരണ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ബയർ പ്രോംപ്റ്റ് ആയിട്ട് ഈ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിലാണ് ഈ ഒരു ബെനിഫിറ്റ് സാധാരണ സെല്ലർ കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് ചില അഡ്വാൻറ്റേജസുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇറ്റ് എൻകറേജസ് ടൈംലി പേയ്മെൻറ്റ്സ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ സെല്ലർ ഇത്തരത്തിലൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സമയബന്ധിതമായിട്ട് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ശരിക്കും 50,000 രൂപ കൊടുക്കേണ്ടിയിരുന്നു, പക്ഷേ കുറച്ച് നേരത്തെ കൊടുത്തതുകൊണ്ട് 2,000 രൂപ കുറച്ച് കിട്ടിയല്ലോ. അപ്പോൾ അടുത്ത ട്രാൻസാക്ഷനും ഇതേപോലെ അവരെന്ത് ചെയ്യും, അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ടൈംലി പേയ്മെൻറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത്തത്, ദ റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ് ഈസ് റെഡ്യൂസ്ഡ്. ഇങ്ങനെ ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്ന സമയത്ത് ബാഡ് ഡെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റിസ്കിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. കാരണം ആൾക്കാർ ടൈംലി എന്ത് ചെയ്യും, പണം അടയ്ക്കും, കുറച്ച് പൈസ ഡിസ്കൗണ്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തതാണ് സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട്. സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദിസ് ഇസ് ഗിവൺ ഓൺലി ടു സെർട്ടൈൻ ഫേവേർഡ് ഓർ പ്രിഫേർഡ് കസ്റ്റമേഴ്സ് ഇൻ ഓർഡർ ടു റിട്ടൈൻ ദെയർ പാട്രണേജ്
in the belief that they are valuable or prestigious customers. ഇവിടെ അങ്ങ് ശ്രദ്ധിക്കുക, ആ പേരിലുണ്ട് അല്ലേ, സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട്. ഇവിടെ എല്ലാ ആളുകൾക്കും ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. ഒരു സെല്ലർക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ തുടർച്ചയായി സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് വളരെ രഹസ്യമായ ഡിസ്കൗണ്ടുകൾ അലോ ചെയ്തു കൊടുക്കും. അത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകളെയാണ് നമ്മൾ സീക്രട്ട് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് അറിയണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിൽ മാത്രം അറിയുന്ന ഒരു ഡിസ്കൗണ്ട് ആയിരിക്കും. അത്തരത്തിലുള്ള ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ചെയിൻ ഡിസ്കൗണ്ട് ആണ്. ചെയിൻ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൗസ് വെയർസ് ആൻഡ് ഹാർഡ്വെയർസ്. എ ചെയിൻ ഡിസ്കൗണ്ട് ഇസ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഡിസ്കൗണ്ട് ടേക്കൺ ബൈ സീക്വൻലി ഇൻ ഫോം ഓഫ് സജസ്റ്റഡ് റീറ്റെയിൽ പ്രൈസ്. അതായത് ഇവിടെ ഡിസ്കൗണ്ട് അലോ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ആദ്യം ഒരു 50%, then ഒരു 10%, പിന്നെ ഒരു 5%, ഇങ്ങനെ ഒരു സീരീസ് ഡിസ്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെയിൻ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു റീറ്റെയിൽ പ്രൈസ് എത്രയാണോ ആ റീറ്റെയിൽ പ്രൈസിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഒരു സീരീസ് ഡിസ്കൗണ്ട് അവരെന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകളെയാണ് നമ്മൾ ചെയിൻ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡിസ്കൗണ്ട്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.